അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടി പ്രധാനമന്ത്രി. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണ്. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നിച്ചു പോരാടി കോൺഗ്രസിനെ തോൽപ്പിച്ചു. കോൺഗ്രസ് ഭരണഘടനാ മൂല്യങ്ങളെ തച്ചുടച്ചെന്നും നരേന്ദ്രമോദി. അശ്വിനി എസ് ചേരുകയാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും. അശ്വിനി, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം, എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ ശ്രദ്ധേയമെന്ന് തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്? ലക്ഷ്മി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ എക്സിൽ ഇട്ട പോസ്റ്റിലാണ് ഇത്രയും രൂക്ഷമായ വിമർശനം കോൺഗ്രസിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഭരണഘടനാ മൂല്യങ്ങളെ തച്ചുടച്ചു. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ വാമൂടി കിട്ടുന്ന തരത്തിലുള്ള നടപടികളാണ് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നടക്കമുള്ള രൂക്ഷമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത ഏടെന്നാണ് അടിയന്തരാവസ്ഥയെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ ഹത്യാ ദിവസ് എന്നുള്ള രീതിയിലാണ്, സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിലാണ് ആചരിക്കുന്നത്. അതായത് ജനാധിപത്യത്തിനെ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ അത് കൊല ചെയ്യപ്പെട്ട ദിവസം എന്ന രീതിയിലാണ് ഇന്ന് അതിനെ ആചരിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെ നിരവധി വാക്കുകളും അദ്ദേഹം ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഭരണഘടനയുടെ മൂല്യങ്ങളടക്കം അല്ലെങ്കിൽ അതിൽ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടന നിർമ്മിച്ച ആൾക്കാർ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മൂല്യങ്ങളെ അടക്കം അത് കോൺഗ്രസ് തച്ചുടയ്ക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പരിണിത ഫലമാണ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ ഇടയാക്കിയതെന്നും ഒക്കെ നരേന്ദ്രമോദി പറയുന്നുണ്ട്. RSSും ഇത്തരത്തിൽ ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നിരുന്നുവെന്നും RSSന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ പോസ്റ്റും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നേരിട്ട അനുഭവങ്ങൾ, അതേക്കുറിച്ചുള്ള ഒരു പുസ്തകവും പുറത്തിറക്കുന്ന വിവരം എക്സിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു കറുത്ത ഏട് തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പോസ്റ്റുകളിലൂടെ. 1975 ജൂൺ 25 പ്രഖ്യാപിച്ച ഈ അടിയന്തരാവസ്ഥ 20 മാസത്തോളം നീണ്ടുനിന്നു. അന്ന് ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കി ക്രൂരമായി, പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ അധികൃതരായുള്ള ആളുകളെ ഏറെ ദ്രോഹിക്കുകയും ചെയ്യുന്ന നടപടികളാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ എക്സിലെ പോസ്റ്റിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അശ്വിനി എസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന്.